الصلاة والسلام عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. നരകമായാലും സ്വർഗമായാലും മഹ്ശറിൽ നിന്നും രക്ഷക്കായി താണു കേണ് യാചിക്കും ഹാലില് മദദൻ യാ സയ്യിദൽ വറാ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. നന്മ തിന്മകൾ തൂക്കി നോക്കുമ്പോൾ തിന്മയേറിക്കഴിഞ്ഞാല് നരകത്തിയിലെറിയും നേരത്ത് മദദൻ യാ സയ്യിദൽ വറാ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ് ഇരിക്കുന്ന ആളുകളൊക്കെ ഇത്തികാഫിലായിട്ട് ഓരോരുത്തരും ഇരിക്കണം എന്ന് വളരെ സ്നേഹത്തോടു കൂടി ഉണർത്തുകയാണ്. റബ്ബ് തആല നമ്മൾ ചെയ്ത മുഴുവൻ സൽക്കർമ്മങ്ങളും അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ട് എങ്കിൽ അള്ളാഹു നമുക്കൊക്കെ പുറത്തു തരുമാറാവട്ടെ. ഇനിയുള്ള കാലം അള്ളാഹുവിന്റെ ഇഷ്ടത്തിലായി അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി അള്ളാഹു നമുക്ക് എല്ലാവർക്കും ദീർഘായുസ്സുള്ള ആഫിയത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ റമദാൻ ഷരീഫ് കടന്നു വന്നതിന് ശേഷം ധാരാളം സുഹൃതങ്ങളാണ് നമ്മൾ ഓരോരുത്തരും ചെയ്തിട്ടുള്ളത്. അള്ളാഹുവേ, ഞങ്ങളുടെ സുഹൃതങ്ങളൊക്കെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. അതിലുള്ള തെറ്റുകുറ്റങ്ങളൊക്കെ ഞങ്ങൾക്ക് നീ പുറത്തു തരണേ തമ്പുരാനെ. അള്ളാഹുവേ, ഈ റമദാൻ ഷരീഫിനെ ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷി പറയുന്ന റമദാനാക്കി തരണേ തമ്പുരാനെ. പ്രതികൂലമായി സാക്ഷി പറയുന്ന റമദാനിനെ തൊട്ട് നീ കാത്തു രക്ഷിക്കണേ തമ്പുരാനെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത് അള്ളാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ റമദാൻ ഷരീഫിനെ 3 പത്തുകളായി കൊണ്ടാണല്ലോ വിഭജിച്ചത്. ഒന്നാമത്തെ 10 റഹ്മത്തിന്റെ 10 നമ്മളോട് വിട ചോദിച്ചു. അതുപോലെ മഗ്ഫിറത്തിന്റെ 10 നമ്മളോട് വിട ചോദിച്ചു. നമ്മളെല്ലാവരും എത്തിയിരിക്കുന്ന 10 എന്ന് പറഞ്ഞാൽ അവസാനത്തെ 10 എന്ന് പറഞ്ഞാൽ നരകമോചനത്തിന്റെ 10 എന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ റമദാൻ ഷരീഫിൽ നിന്ന് ഈ മൂന്നാമത്തെ 10ൽ നിന്ന് 3 ദിവസങ്ങൾ നമ്മളിൽ നിന്ന് കഴിഞ്ഞുപോയി. ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് നമ്മിലേക്ക് ശേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ തുകുമിനാറിന്റെ 10ൽ അള്ളാഹുവിന്റെ ആ നരകത്തിനെ ഓർത്തുകൊണ്ടിട്ട് അള്ളാഹുവിന്റെ ഭീകരമായ അദാബിനെ കുറിച്ച് കൊണ്ട് നമ്മൾ ഓരോരുത്തരും ആലോചിച്ച് ഒന്ന് അള്ളാഹുവിനോട് നിറകണ്ണുകളോടുകൂടി അള്ളാഹുവിനോട് നരകത്തിൽ നിന്ന് കാവൽ ചോദിക്കാൻ വേണ്ടി ഞാനും നിങ്ങളും ശ്രദ്ധിക്കണം. നമ്മുടെ പുണ്യാത്മാക്കളായ ആളുകള് സ്വഹാബത്തിന്റെ ചരിത്രം പഠിച്ചു നോക്കുമ്പോ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അള്ളാഹുവിന്റെ ഭീകരമായ നരകത്തിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് കരഞ്ഞിട്ടുണ്ട്. അതേപോലെ മഹദിമാരായ അവിടുത്തെ സ്വഹാബി വനിതകളുടെ ജീവചരിത്രം പഠിപ്പിക്കുമ്പോ അല്ലെങ്കിൽ സ്വഹാബാക്കളുടെ ജീവചരിത്രം പഠിക്കുമ്പോ എത്രയോ ആളുകളാണ് നരകത്തിനെ കുറിച്ച് ആലോചിച്ച് കരഞ്ഞിട്ടുള്ളത്. അള്ളാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം മദീന പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് കടന്നു പോകുന്ന സമയത്ത് അള്ളാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാരിൽപ്പെട്ട പ്രിയപ്പെട്ട ഒരു ഭാര്യയാണല്ലോ മഹദിയായ ആയിഷത്തു സിദ്ദീഖ
റളിയല്ലാഹു തആല അൻഹ ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പള്ളിയിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞൊക്കെ വീട്ടിലേക്ക് പോകുമ്പോ മഹദി വല്ലാതെ കരയുകയാ. കരഞ്ഞ് കരഞ്ഞ് കണ്ണിൽ നിന്നും കണ്ണുനീരൊലിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പൊന്നുമോള് ആയിഷ ബീവിയോട് ചോദിക്കുകയാണ്, അല്ലയോ ആയിഷ, മാ യബ്കീകി യാ ആയിഷ, എന്തിനാണ് ആയിഷ നീ എന്തിനാണ് കരയുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് ആയിഷ ബീവി അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാ, ذكرت النار وبكيت يا رسول الله ذكرت النار وبكيت يا رسول الله. ഞാൻ കരഞ്ഞത് എന്തിനാണെന്നറിയുമോ? നരകത്തിനെ ആലോചിച്ചിട്ടാണ് ഞാൻ കരഞ്ഞത് എന്ന് മഹദിയായ ആയിഷ ബീവി പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ ആ ആയിഷ ബീവി കടന്നു പോകുന്ന സ്വർഗത്തിലേക്കാണ് നമുക്ക് കടന്നു പോകാനുള്ളത്. നരകത്തിന്റെ ഭീകരമായ അവസ്ഥയെ കുറിച്ച് നമ്മൾ ഓരോരുത്തരും ആലോചിച്ച് കരയേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിനെ പടച്ചത് എങ്ങനെയാണെന്നറിയുമോ? 3000 വർഷക്കാലം നരകത്തിനെ കത്തിച്ചിട്ടുണ്ട്. 1000 വർഷം കത്തിച്ചപ്പോൾ കറുത്തുപോയ, 1000 വർഷം കത്തിച്ചപ്പോൾ വെളുത്തുപോയ, 1000 വർഷം കത്തിച്ചപ്പോൾ ചുവന്നുപോയ ആ ഭീകരമായ ആ നരകമുണ്ടല്ലോ, ആ നരകത്തിന്റെ ഇന്നത്തെ അവസ്ഥ എന്താണെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, വഹിയ സൗദാ കള്ളിൽ മുസ്ലിമാ, കൂരിട്ട കറുത്ത കരിക്കട്ട പോലെയാണ് നരകത്തിന്റെ നിറം എന്ന് ഹബീബായ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നിലാവില്ലാത്ത രാത്രി നമ്മളെങ്ങാനും വീടിന്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോ, അല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിൽ കിടന്നുറങ്ങാനിരിക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിലുള്ള ലൈറ്റ് അങ്ങ് അണക്കുമ്പോ അതിനേക്കാളും ഭീകരമായ കറുത്ത അന്തരീക്ഷമാണ് നരകത്തിന്റെ അവസ്ഥ എന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ നരകത്തിന്റെ ചൂടാണെങ്കിലോ നമുക്കാർക്കും സഹിക്കാൻ കഴിയില്ലല്ലോ. ഇന്ന് കോടിക്കണക്കിന് മുകളിൽ നിൽക്കുന്ന ആ സൂര്യന്റെ താപമുണ്ടല്ലോ, ഇന്ന് ചെരുപ്പ് ധരിക്കാതെ അല്ലെങ്കിൽ തലമറക്കാതെ റോട്ടിലൂടെ നമുക്കൊന്ന് നടന്നു പോകാനും സാധിക്കുകയില്ല. അപ്പോൾ ഒരു ചാൺ അകലത്തിൽ കത്തിജ്വലിക്കുന്ന ആ സൂര്യന്റെ ചൂട് നാളെ മഹ്ശറിൽ സഹിക്കാൻ കഴിയൂല. പിന്നെ ഇല്ലേ 3000 വർഷക്കാലം കത്തിച്ച നരകത്തിന്റെ ചൂട് എങ്ങനെയാണ് സഹിക്കുക? ഇവിടത്തെ 3000 വർഷമല്ല, അവിടത്തെ 3000 വർഷമാണ്. ഇവിടത്തെ 3000 വർഷത്തിനെ കുറിച്ചല്ല പറയുന്നത്. അവിടത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞത് എന്താണെന്നറിയുമോ? മിഖ്ദാറുഹു 50,000 സന. അവിടത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ, മഹ്ശറയിലുള്ള ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഇവിടത്തെ 50,000 വർഷമാണ് എന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖേന വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. എങ്കിൽ എങ്ങനെയാണ് ആ ഭീകരമായ നരകത്തിന്റെ അവസ്ഥ ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയൂല. അതുകൊണ്ട് മിനന്നാറിന്റെ 10 ഞങ്ങൾക്ക് നീ നരകമോചനം നൽകണേ അല്ലാഹ്. നരകത്തിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടിട്ട് ഒരുപാട് സുഹൃതങ്ങളെ കൊണ്ട് ധന്യമാക്കേണ്ട നല്ല ദിനങ്ങളാണ് കടന്നു വരാൻ പോകുന്നത്. ഒരുപാട് ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്ന ദിനങ്ങൾ നമ്മളിലേക്ക് കടന്നു വരികയാണ്. ഒരു 3 രാവുകൾ നമ്മളിൽ നിന്നും കൊഴിഞ്ഞുപോയി. 21-ാമത്തെ രാവും 23-ാമത്തെ രാവും നമ്മളിൽ നിന്നും കൊഴിഞ്ഞുപോയി. ഇനി ശേഷിക്കുന്നത് 25-ാമത്തെ രാവും 27-ാമത്തെ രാവും 29-ാമത്തെ 3 രാവുകളും നമുക്ക് വരാനുണ്ട്. ആ 3 രാവുകളില്
അല്ലാഹുവിന്റെ ഭീകരമായ നരകത്തിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് കരഞ്ഞു കഴിഞ്ഞാൽ ആ നരകത്തിൽ നിന്ന് നമുക്ക് രക്ഷ കിട്ടുമെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ആരാരും കാണാനില്ലാതെ, ആരാരും ശ്രദ്ധിക്കാനില്ലാത്ത അല്ലാഹുവിന്റെ ഭീകരമായ അദാബിനെ കുറിച്ച് ആലോചിച്ച് ഒരു അണുമണി തൂക്കം കണ്ണിൽ നിന്ന് കണ്ണുനീര് ഒറ്റിക്കഴിഞ്ഞാൽ അവനിക്ക് നരക ശിക്ഷയില്ല, അവനിക്ക് പിന്നെ അദാബുകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ റമദാൻ കടന്നു പോകുന്നതിന് മുമ്പ് നരകത്തിനെ കുറിച്ച് നല്ലതുപോലെ ആലോചിച്ചുകൊണ്ട് കരയാനുള്ള ഒരു സമയം നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. വിശുദ്ധമാക്കപ്പെട്ട റമദാൻ ഷരീഫ് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ നമ്മളിൽ നിന്ന് കൊഴിഞ്ഞു പോവുകയാ. ഇനി ഒരു പക്ഷേ അടുത്ത വർഷം നമ്മൾ ഉണ്ടാകുമോ എന്ന് പോലും അറിയാൻ സാധിക്കൂല. അല്ലാഹ് ഞങ്ങൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഒരു പക്ഷേ ഇത് റമദാൻ ഷരീഫിലെ അവസാനത്തെ വെള്ളിയാഴ്ചയാകാം. എങ്കിലും അല്ലാഹുവിനോട് ഖൽബ് പൊട്ടിക്കൊണ്ട് റമദാനിലെ 30 ദിവസവും കിട്ടാൻ വേണ്ടിയിട്ട് അല്ലാഹുവിനോട് നമ്മൾ ദുആ ചെയ്യണേ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ വിശുദ്ധമാക്കപ്പെട്ട റമദാൻ ഷരീഫിലെ 30 നോമ്പ് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. അപ്പൊ ആ നരകത്തിൽ നിന്നൊക്കെ രക്ഷ കിട്ടാൻ വേണ്ടിയിട്ട്, ആ നരകത്തിൽ നിന്നൊക്കെ മോചനം കിട്ടാൻ വേണ്ടിയിട്ട് മഹാന്മാർ നമ്മളെ പഠിപ്പിക്കുകയാണ്. വർഷത്തിൽ 3 പത്തുകളെ പ്രത്യേകമായി കൊണ്ട് നമ്മൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ഭീകരമായ ആ നരകത്തിൽ നിന്നും അദാബുകളിൽ നിന്നും നമുക്ക് മോചനം കിട്ടും. ഏതാണ് വർഷത്തിൽ 3 പത്തുകൾ എന്ന് പറഞ്ഞാൽ? ഒന്നാമത്തത് മുഹറം മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ, അതുപോലെ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ, അതേപോലെ റമദാൻ ഷരീഫിലെ നമ്മൾ ഉള്ള ഈ എത്തുക്കുമിനാറിന്റെ അവസാനത്തെ 10 ദിവസങ്ങൾ. ഈ 10 ദിവസങ്ങൾ നമ്മൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ശ്രേഷ്ഠമാക്കിയ ദിവസങ്ങളാണ്. അതിൽ അല്ലാഹുവിനോട് നമ്മുടെ കാര്യങ്ങളൊക്കെ അല്ലാഹുവിനോട് പറഞ്ഞാൽ ആ പ്രാർത്ഥനയ്ക്ക് ഇജാബത്ത് കിട്ടും. ഈ അവസാനത്തെ 10ലും കൂടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്ന ഒരു മഹത്തായ ദിവസത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളത്. ലൈലത്തുൽ ഖദ്ർ എന്ന് പറഞ്ഞാൽ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. ലൈലത്തുൽ ഖദ്ർ എന്ന് പറഞ്ഞാൽ 1000 മാസത്തിനേക്കാൾ ശ്രേഷ്ഠമുള്ള ഒരു രാവാണ് നമ്മിലേക്ക് കടന്നു വരാനുള്ളത്. ഒരു പക്ഷേ കഴിഞ്ഞു പോവാം. മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രബലമായ അഭിപ്രായം അനുസരിച്ച് 21ാമത്തെ രാവും 23ാമത്തെ രാവുമായിരുന്നു. പക്ഷേ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസ്സാലി റളിയല്ലാഹു തആല അൻഹുവിന്റെ വീക്ഷണ പ്രകാരം വ്യാഴാഴ്ച റമദാൻ 1 എങ്കിൽ ലൈലത്തുൽ ഖദ്ർ ഏത് ദിവസേക്കാരം? 25ാമത്തെ രാവേക്കാരം എന്ന് പറഞ്ഞു. നമുക്ക് വ്യാഴാഴ്ചയാണ് തുടങ്ങിയത് റമദാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളത്തെ ദിവസം മഹാനവറുകൾ പറയുന്നത് 25ാമത്തെ രാവായിരിക്കും ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കേണ്ട രാവ് എന്ന് പറയുന്നത്. പക്ഷേ ഏറ്റവും കൂടുതൽ മറ്റുള്ള ഇമാമുകളൊക്കെ കൂടുതലും അഭിപ്രായപ്പെട്ടത് ഏത് രാവിലാണ്? 27ാമത്തെ രാവിലാണ്. എന്തേ അതിനെപ്പോലൊക്കെ അങ്ങനെ പറയാനുള്ള ഒരു മാനദണ്ഡം കൂടിയുണ്ട്. 27ാമത്തെ രാവ് പ്രത്യേക ഒരു മാനദണ്ഡമുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീന പള്ളിയിൽ ഇരിക്കുന്ന സമയത്താണ് ഒരു വയോവൃദ്ധനായ ഒരു സഹാബി കടന്നു വരികയാണ്. ആ മനുഷ്യൻ, ആ സഹാബി വന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, രോഗിയാണ് നബി ഞാൻ, അസുഖബാധിതനാണ് ഞാൻ. മറ്റുള്ള ആളുകൾ നിസ്കരിക്കുന്നത് പോലെ എനിക്ക് നിസ്കരിക്കാൻ കഴിയൂല. മറ്റുള്ള ആളുകൾ ഉറക്കമൊഴിച്ചുകൊണ്ട് ഇബാദത്ത് ചെയ്യുന്നത് പോലെ എനിക്ക് ഇബാദത്ത് ചെയ്യാൻ കഴിയൂല. ഞാൻ ഏത് ദിവസമാണ് ഏറ്റവും ഇബാദത്തുകളെ കൊണ്ട് സജീവമാക്കേണ്ടത്, ഏത് ദിവസമാണ് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ റസൂൽ ആ പ്രായം ചെന്ന ആ വയോവൃദ്ധനായ സ്വഹാബിയോട് പറയുകയാണ്, നീ 27ാമത്തെ രാവിൽ ഹയാത്താക്കിക്കോ, ഇബാദത്തുകൾ ധന്യമാക്കിക്കോ എന്ന് ആ സ്വഹാബിയോട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആ ഹദീസിന്റെ വീക്ഷണത്തിലാണ് മറ്റുള്ള ആളുകളൊക്കെ നമ്മളൊക്കെ നാട്ടിലൊക്കെ ആദത്തായിക്കൊണ്ട് 27ാമത്തെ രാവിലെ പ്രത്യേകമായിക്കൊണ്ട് അന്ന് പ്രത്യേകമായിട്ട് മജ്ലിസുകളും തൗബ മജ്ലിസുകളും അനുബന്ധ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇൻഷാ അല്ലാഹ് അത് വരുന്ന തിങ്കളാഴ്ച നടക്കുന്നത്. അത് പരമാവധി എന്ത് ചെയ്യുക, ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അന്ന് അള്ളാഹിനെ ആലോചിച്ച് കണ്ട് അതേപോലെ കുറച്ച് ദിക്റുകളും സ്വലാത്തുകളും അതിൻ്റെ മഹത്വങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ ദുആ ചെയ്യും. ആ ദുആ മജ്ലിസിൽ ഓരോരുത്തരും ഒന്നും ഒഴിവാക്കരുത്. കാരണം ഇടങ്ങാറായിക്കാണ്ട് എന്ത് ചെയ്യരുത്, ആരും വരണ്ട.
പക്ഷെ അന്നത്തെ ആ പ്രതിഫലം ആഗ്രഹിച്ച് ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെ കൂടുതലായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ദിക്റുകളും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞ് ദുആ ചെയ്യുമ്പോൾ എങ്ങാനും ലൈലത്തുൽ ഖദർ ആ ദിവസമാണ് എങ്കിൽ ആ ഇരുത്തം എന്ത് ചെയ്യൂല, നമുക്ക് വെറുതെ ആകൂല. കാരണം 83 വർഷക്കാലം 83 വർഷവും 4 മാസവും ഇബാദത്ത് ചെയ്തതിന്റെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നതാണ്. അപ്പൊ എന്ത് ചെയ്യണ്ട, അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് ഓരോരുത്തരും ശ്രദ്ധിക്കണം. അതേപോലെ വിശുദ്ധ ഖുർആനിൽ 114 അധ്യായങ്ങളുണ്ട്. പക്ഷെ ലൈലത്തുൽ ഖദറിനെ മാത്രം പറയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല ലൈലത്തുൽ ഖദർ എന്ന സൂറത്തുൽ ഖദർ എന്ന് പറയുന്ന ഒരു പ്രത്യേകമായ ഒരു സൂക്തം അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യുന്നുണ്ട്, ഇറക്കുന്നുണ്ട്. ഇത് ഇറക്കാനുള്ള കാരണം എന്ത്, മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ബനൂ ഇസ്രായേൽപ്പെട്ട ശംഊനുൽ ഗാസി എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ചരിത്രം അള്ളാഹുവിന്റെ റസൂൽ എനിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ശംഊനുൽ ഗാസി, മറ്റൊരു റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഷംസീനുൽ ഗാസി. അങ്ങനെ ഈ മനുഷ്യന്റെ ചരിത്രം എന്ത് ചെയ്യുന്നുണ്ട്, പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കാരണം മൂപ്പര് 1000 മാസം എന്ത് ചെയ്തിട്ടുണ്ട്, ഒട്ടകത്തിന്റെ വാരിയൽ ഉപയോഗിച്ച് കണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹം യുദ്ധം ചെയ്തിട്ടുണ്ട്. അയാൾക്ക് കിട്ടുന്ന മഹത്വം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ റസൂലിന് പറഞ്ഞു കൊടുത്തു. ഇതേ സംഭവം എന്ത് ചെയ്യാണ്, അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഹാബാക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. സ്വഹാബാ, ബനൂ ഇസ്രായേൽ ശംഊനുൽ ഗാസി എന്ന് പറയുന്ന മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യൻ 1000 കാലം അല്ലാഹുവിന് വേണ്ടി യുദ്ധം ചെയ്തിട്ടുണ്ട്. സ്വഹാബാ, ആ മനുഷ്യനിക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലത്തിന്റെ കണക്കുകള് സ്വഹാബത്ത് നോക്കുന്ന സമയത്ത് അള്ളാന്റെ റസൂലിനോട് സ്വഹാബത്ത് പറയുകയാണ്, യാ റസൂലല്ലാഹ്, ആ മനുഷ്യനിക്ക് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം എത്രത്തോളമുണ്ട്? നമ്മളാണെങ്കിലോ ആയുസ് കുറഞ്ഞ ആളുകളല്ലേ, നമുക്കതിനൊന്നും അവസരം കിട്ടുന്നില്ലല്ലോ എന്നുള്ള സങ്കടം അള്ളാന്റെ റസൂലിനോട് ബോധിപ്പിക്കുകയാണ്. ഈ ഉമ്മത്തിന്റെ വയസ്സ് എന്ന് പറഞ്ഞാൽ അള്ളാന്റെ റസൂൽ എന്താ പറഞ്ഞത്, മാബൈന സിത്തീന ഔ സബീന, എന്റെ ഉമ്മത്തിന്റെ ആയുസ് എന്ന് പറഞ്ഞാൽ അത് 60-ന്റെയും 70-ന്റെയും ഇടയിലാണ്. അപ്പൊ ഉസ്താദ് ഞങ്ങൾക്ക് 80 വയസ്സായാലോ അല്ലെങ്കിൽ 90 വയസ്സായാലോ അത് അള്ളാഹു തന്ന ബോണസ് ആണെന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാനുള്ള അള്ളാന്റെ റസൂൽ കൂടുതലും പറഞ്ഞിട്ടുള്ളത് സിത്തീന ഔ സബീന എന്നാണ്, 60-ന്റെയും 70-ന്റെയും ഇടയിലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആയുസ്സിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. എത്ര ആൾക്കാരാണ് പെട്ടെന്ന് ഇങ്ങനെ മരിച്ചു പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ജുമാന്റെ മുന്നേ പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരൻ ചെറുകുളമ്പ് സ്വദേശി, ചെറുകുളമ്പ് മഹല്ല് നിവാസിയായ അബൂബക്കർ ഫൈസി, അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ ഹുസൈൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഇന്നലെ രാവിലെ അത്തായം കഴിച്ച് തബൂക്കിലെ ഒരു ഒരു റോഡ് മുറിച്ച് കടക്കിയിരുന്നു. റോഡ് മുറിച്ച് കടക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്ത് ചെയ്യാണ്, ഒരു വണ്ടി വന്നാണ്ട് തട്ടുകയാണ്. പെട്ടെന്ന് തന്നെ അപ്പടി എന്ത് ചെയ്തു മരണപ്പെടുന്ന ഒരു അവസ്ഥയാണ്. അല്ലാഹുവേ, ആ കുടുംബത്തിന് നീ ക്ഷമ പ്രദാനം ചെയ്യണേ തമ്പുരാൻ. വെറും 34 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ഒരു മനുഷ്യന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം. ഈ 5-6 മാസമായിട്ടുള്ള ഒരു വാപ്പ മരണപ്പെട്ടു പോയിട്ട് ആ കുടുംബത്തിന് താങ്ങാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു പരീക്ഷണമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുള്ളത്. അല്ലാഹുവേ, ആ കുടുംബത്തിന് നീ ക്ഷമ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. അതിന്റെ പേപ്പർ വർക്കും മറ്റും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. തിങ്കളാഴ്ച കാരണം അതിന്റെ കാര്യങ്ങളൊക്കെ നടക്കുക. അത് അവിടെയാണ് മറവ് ചെയ്യാന്നാണ് അറിയാൻ സാധിച്ചത്. ഏതായാലും വളരെ വിഷമത്തോടു കൂടി പ്രിയപ്പെട്ട കൂട്ടുകാരൻ വിളിച്ച് സങ്കടം പറഞ്ഞപ്പോൾ ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം താങ്ങാൻ കഴിയുന്നതിലേറെ വലിയ സങ്കടമുള്ള ഒരു വാർത്തയാണ്. പ്രത്യേകിച്ച് ഇരട്ടക്കുട്ടികളായിരുന്നു ഹസനും ഹുസൈനും, 2 ഇരട്ടക്കുട്ടികൾ. അതിൽപ്പെട്ട ഹുസൈനാണ് മരണപ്പെട്ടു പോയത്. അല്ലാഹുവേ, നീ ഷഹീദിന്റെ പ്രതിഫലം നീ കൊടുക്കണേ തമ്പുരാനെ. കല്യാണം കഴിച്ചിട്ടുണ്ട്, മക്കളില്ല. എങ്കിലും ഇൻഷാ അല്ലാഹ് അല്ലാഹുവേ, ആ ഉമ്മാക്ക് നീ അല്ലാഹുവേ ക്ഷമ നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. ആ കുടുംബത്തിന് നീ സ്വബർ കൊടുക്കണേ തമ്പുരാനെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, താങ്ങാൻ കഴിയുന്നതിലേറെ ഒരുപാട് ആയുസ്സും മറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് അല്ലാഹു നൽകിയിട്ടുണ്ടാവും. ഈ ആയുസിന്റെ ഇടയിലൊക്കെ എത്രയോ ആളുകളാണ് പെട്ടെന്ന് ഇങ്ങനെ മരണപ്പെട്ടു പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആയുസ്സിൽ അല്ലാഹു ബർക്കത്ത് ചൊരിയട്ടെ. അല്ലാഹുവിനോട് എപ്പോഴും നമ്മൾ ദുആ ചെയ്യേണ്ടതുണ്ട്. സമ്പത്തും ഒക്കെ ഉണ്ടായിട്ടെന്താ, പക്ഷേ അള്ളാഹു പെട്ടെന്ന് പ്രായവലിപ്പ വ്യത്യാസമില്ലല്ലോ. ഖാബിദുൽ അർവാഹ് മലക്ക് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആ പേര് ലിസ്റ്റില് ഞാനും നിങ്ങളും എന്നാണ് ഉണ്ടാവുമെന്ന് പറയാൻ പറ്റൂലല്ലോ. അള്ളാഹിനോട് നമുക്ക് ദുആ ചെയ്യാനേ പറ്റുള്ളൂ. മരിക്കുന്ന സമയത്ത് അല്ലാഹ് നിങ്ങളുടെ ആഖിബത്ത് നീ നന്നാക്കി തരണേ അല്ലാഹ്. ഈ ഉമ്മത്തിന്റെ ആയുസ് എന്ന് പറഞ്ഞാൽ മാ ബൈന 60 ഔ 70,
എന്റെ ഉമ്മത്തിന്റെ വയസ്സ് എന്ന് പറഞ്ഞാൽ 60-ന്റെയും 70-ന്റെയും ഇടയിലാണ്. ഈ കാലയളവിൽ 1000 മാസക്കാലം ഇബാദത്ത് ചെയ്ത മനുഷ്യർക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എത്രത്തോളമാണ് എന്ന് പറഞ്ഞ് സങ്കടം പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് മഹാനായ നസലുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വരികയാണ്. അവിടുന്ന് അല്ലാഹുവിന്റെ റസൂലിനെ ഓതി കൊടുത്തു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ. ഖദറിന്റെ രാത്രിയിലാണ് വിശുദ്ധമാക്കപ്പെട്ട ഖുർആനിനെ ഞാൻ ഇറക്കിയത്. ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് 1-ാം ആകാശത്തിലേക്ക് ബൈത്തുൽ ഇസ്സയിലേക്ക് ഇറക്കിയ വിശുദ്ധ ഖുർആൻ ഉണ്ടല്ലോ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയത് ലൈലത്തുൽ ഖദറിന്റെ രാവില. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ നബിയെ നിങ്ങൾക്ക് എന്താണെന്ന് അറിയുമോ? ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ശഹർ. 1000 മാസത്തിനേക്കാൾ പുണ്യമുള്ള ഒരു രാവ്. തനസ്സലുൽ മലായികതു, മലക്കുകൾ എല്ലാവരും ഇറങ്ങി വരികയാ. റൂഹും ഇറങ്ങി വരുന്നുണ്ട്. ഈ റൂഹ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മഹാനായ ഇമാമുന നബവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, റൂഹ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മഹാനായ ജിബ്രീല. ജിബ്രീലും അല്ലാഹുവിന്റെ മാലാഖമാർ സിദ്റത്തുൽ മുന്തഹയിൽ ധാരാളം മാലാഖമാർ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ. അല്ലാഹുവിന്റെ നിർദ്ദേശത്തോടുകൂടി സിദ്റത്തുൽ മുന്തഹ എന്ന് പറയുന്ന ആ മരത്തിൽ നിന്ന് ലക്ഷക്കണക്കിന് മാലാഖമാർ ലൈലത്തുൽ ഖദറിന്റെ രാവിൽ ഭൂമി ലോകത്തേക്ക് ഇറങ്ങി വരുന്നതാണ്. തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. അങ്ങനെ പ്രഭാതം പൊട്ടിവിടരുന്നത് വരെ ഈ ഉമ്മത്തിന് ആശ്വാസമാ, ഈ ഉമ്മത്തിന് സമാധാനമാ. അങ്ങനെ ഓരോ മാലാഖമാര് ഓരോ ആളുകളുടെയും പരിസരങ്ങളിലൂടെ കടന്നു വരികയാണ്. എന്റെയും നിങ്ങളുടെയും ഭാഗത്തു കൂടി കടന്നു വരും. അങ്ങനെ ഓരോ വഴിയോരങ്ങളിലൂടെയും എന്തെയും മാലാഖമാര് കടന്നു വരികയാണ്. ഓരോ മാലാഖമാരും വന്നുകൊണ്ട് നമ്മളോട് പറയോ, അൽ മുഅ്മിനു അസ്സലാം, അൽ മുഅ്മിനു അസ്സലാം. മുഅ്മിനീങ്ങളായ എല്ലാ ആളുകളോടും അന്നത്തെ രാത്രി മാലാഖമാർ സലാം പറയുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമും കൈപിടിച്ചുകൊണ്ട് മുസാഫഹ ചെയ്യുന്നതാ. ഞാൻ പറഞ്ഞല്ലോ, റസൂലുള്ളാഹിന്റെ ഹദീസാണ്. മാലാഖമാർ വന്ന് കണ്ട് ഓരോ ആൾക്കാരോടും എന്ത് ചെയ്യും? മുസാഫഹ ചെയ്ത് കണ്ട് സലാം പറയും. അപ്പൊ സലാം നമുക്ക് കൊണ്ടു എന്ന് പറയുന്നതിന് കുറച്ച് തെളിവുകളൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ മനസ്സ് നമ്മളെന്ത് ചെയ്യുക, നമ്മുടെ ഇബാദത്തുകൾ ഒരു പ്രത്യേകമായ ഒരു രോമാഞ്ചം അല്ലെങ്കിൽ ഒരു പ്രത്യേകമായ ബോധക്ഷയം അങ്ങനെയൊക്കെ എന്ത് ചെയ്യുക അനുഭവപ്പെടുന്ന ഒരു അവസ്ഥ. ഇനി പക്ഷേ ഇതൊന്നും അനുഭവപ്പെട്ടിട്ടില്ലെങ്കിൽ ഉസ്താദിന്റെ മരക്ക് എന്ത് ചെയ്തിട്ടില്ല, ഇന്നെ മുസാഫഹ ചെയ്തിട്ടില്ല, ഞാൻ നീച്ചു പോകണം അതിനകത്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അത് ഓരോ മനുഷ്യന്മാർക്ക് കൊടുക്കുന്ന ശരീരപ്രകൃതിക്കാരോ അതെന്ത് ചെയ്യണം, മഹാന്മാർ പ്രത്യേകം പറഞ്ഞതാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. അങ്ങനെ അല്ലാഹുവിന്റെ മാലാഖമാര് സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ, ഫജ്ർ വരെ ഇങ്ങോ അങ്ങനെ ഓരോ വഴിയോരങ്ങളിലൂടെ ചുറ്റിക്കൊണ്ട് ഇങ്ങനെ സഞ്ചരിക്കുന്നതാണ്. അങ്ങനെ സുബഹിങ് ബാങ്ക് വിളിക്കുമ്പോ മാലാഖമാരുടെ നേതാവുണ്ടല്ലോ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം, അവിടുന്ന് ഒരു അനൗൺസ്മെന്റ് ചെയ്യുകയാണ്. യാ മഹ്ശറൽ മലായിക, അല്ലയോ മാലാഖമാരെ, അർറഹീൽ അർറഹീൽ, നമുക്ക് യാത്ര പോകണം, അള്ളാന്റെ സന്നിധാനത്തിലേക്ക് പോവേണ്ടതുണ്ട്. അങ്ങനെ മാലാഖ വന്നുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വിളിച്ചു പറയുമെന്ന് ഹബീബ് നബി മുഹമ്മദുർ റസൂലുള്ളാഹ്
അങ്ങനെ മാലാക്കന്മാര് ജിബ്രീലിനോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അല്ലയോ ഞങ്ങളുടെ നേതാവേ, ഇന്നത്തെ രാവിലുണ്ടല്ലോ അല്ലാഹു ഈ ഉമ്മത്തിനോട് എന്താണ് ചെയ്തത് എന്ന് മലക്കുകള് മഹാനായ ജിബ്രീലിനോട് ചോദിക്കുന്ന സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവിടെന്ന് പറയുകയാണ്, ഇന്നല്ലാഹ തആല നളറ ഇലൈഹിമുർ റഹ്മാ. ഇന്നത്തെ രാവിലുണ്ടല്ലോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാരുണ്യത്തിന്റെ നോട്ടം നോക്കുന്നതാ, ഈ ഉമ്മത്തിലേക്ക് റഹ്മത്തിന്റെ നോട്ടം നോക്കുന്നതാണ്. അവർക്ക് മാപ്പ് കൊടുക്കുന്നുണ്ട്, അവർക്ക് പാപം പൊറുക്കുന്നുണ്ട് എന്ന് മാലാക മറ്റുള്ള മലക്കുകളോട് പറയും. ഇല്ല നാല് വിഭാഗം ആളുകൾക്ക് റഹ്മത്തിന്റെ നോട്ടം നോക്കൂല. ഇന്നുണ്ടല്ലോ ലൈലത്തുൽ ഖദ്റിന്റെ രാവിലെ നാല് വിഭാഗം ആളുകളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മത്തിന്റെ നോട്ടം നോക്കൂല. അല്ലാഹ് ആ നാല് വിഭാഗത്തില് ഞങ്ങളെ ഒരാളെ ഇന്ന് ഉൾപ്പെടുത്തല്ല അല്ലാഹ്. ഒന്നാമത്തെ വിഭാഗം ആരാണെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുന്നുണ്ട്, മുദ്മിനുൽ ഖംർ, നിത്യമായി കള്ളുടിക്കുന്ന ആൾക്കാർ. നിത്യമായി കള്ളുടിച്ചാൽ, ഞങ്ങൾ കള്ളൊന്നും കുടിച്ചാലില്ലല്ലോ, നിത്യമായി ഇങ്ങനെ ലഹരി ഉപയോഗങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ എന്ത് ചെയ്യാം, അവരിലേക്ക് റഹ്മത്തിന്റെ നോട്ടം നോക്കൂല, അള്ളാഹു പാപം പൊറുക്കൂല, അള്ളാഹു നമുക്ക് മാപ്പ് തരൂല. അപ്പോൾ ലഹരി ദ്രാവകങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളുണ്ട് എങ്കിൽ എന്ത് ചെയ്തോളി, നല്ലവണ്ണം ആ വിഷയത്തിൽ ഗൗരവത്തോടു കൂടി ശ്രദ്ധിക്കാൻ അതുണ്ട്. ഞാനിപ്പോൾ നിങ്ങൾ ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളൊരു വിശ്വാസ കാരണമൊന്നുമല്ല കേട്ടോ. നിങ്ങളൊക്കെ നല്ല ആൾക്കാരായതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഇവിടെ ഇരിക്കേണ്ട ആവശ്യം. അല്ലെങ്കിൽ ഇപ്പോൾ മറ്റ് ആൾക്കാരെ നീച്ചു പോയിട്ടുണ്ടാവും, ഇത് കേൾക്കേണ്ട ആൾക്കാരൊക്കെ നീച്ചു പോയിട്ടുണ്ടാവും. ഏതായാലും ഇൻഷാല്ലാ ചില ആൾക്കാർ പറച്ചിലുണ്ട്, ഞാൻ ദിവസമൊന്നും കുടിച്ചിട്ടില്ല, എന്നാ കുടിച്ചാല് ആഴ്ചയിലേ കുടിച്ചുള്ളൂ, അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോഴും അല്ലെങ്കിൽ മാസത്തിലെ, അതിനൊക്കെ ഒരു കണക്കുണ്ടാവും. അപ്പോഴും അത് നിത്യമായി കുടിക്കുന്നതിന്റെ ഒരു അവസ്ഥയിലാണ് ഉണ്ടാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മത്ത് കിട്ടി റഹ്മത്തിന്റെ നോട്ടം നോക്കാത്ത ഒന്നാമത്തെ വിഭാഗം ആരാണെന്നറിയുമോ? മുദ്മിനുൽ ഖംർ, കള്ള് കുടിക്കുന്നവർക്ക് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ നോട്ടം നോക്കൂല. കള്ള് കുടിയനിലേക്ക് അല്ലാഹു എന്ത് ചെയ്യും? അന്നത്തെ രാവിലെ റഹ്മത്തിന്റെ നോട്ടം നോക്കൂല. രണ്ടാമത്തെ വിഭാഗം എന്ന് പറഞ്ഞാൽ ആഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ വെറുപ്പിച്ച ആളുകള്, മാതാപിതാക്കളോട് കയർത്തുകൊണ്ട് സംസാരിച്ചുകൊണ്ട് ഓരോ ആളുകളും വീട്ടിൽ നിന്ന് ഇറങ്ങി വരും. സ്വത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട്, സമ്പത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് മാതാപിതാക്കളോട് തർക്കിക്കുന്ന ആളുകൾ ഉണ്ടാവാം. ഉസ്താദേ, ഞങ്ങൾ അന്നെന്നെ എന്റെ ഉപ്പ മരിക്കുമെന്ന് കരുതിയില്ല, അന്നെന്റെ ഉമ്മ മരിക്കുമെന്ന് കരുതിയില്ല. ഉമ്മാക്ക് പ്രഷർ കയറിക്കൊണ്ട് ഉമ്മാന്റെ മനസ്സ് വേദനിച്ചു കൊണ്ടിട്ടാണ് ഉമ്മ മരണപ്പെട്ടു പോയത് എങ്കിൽ അവര് നല്ലവണ്ണം പേടിക്കണേ, നല്ലവണ്ണം ബേജാറാകണേ. ഉമ്മമാരുടെ പൊരുത്തമില്ലാതെ സ്വർഗത്തിൽ കടക്കാൻ പറ്റുമെന്ന് പോലും കരുതണ്ട. അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രഖ്യാപനമാണ്. മാതാപിതാക്കളുടെ കാലിന്റെ ചുവടിലാണ് സ്വർഗമുള്ളത്. ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് മറ്റുള്ള ചീത്തകളും മറ്റും അവർ സംസാരിക്കും. പക്ഷേ ക്ഷമയോടുകൂടി, അവരോട് നല്ല സ്നേഹത്തോടുകൂടി, നല്ല ഐക്യത്തോടുകൂടി, സമാധാനത്തോടുകൂടി അവരോട് പെരുമാറേണ്ടതാണ്. അവരോട് വലാത്ത കുല്ലഹുമാ ഉഫിൻ, അവരോട് ചേ എന്ന് പറയുന്ന വാക്ക് പോലും പറയാൻ പറ്റൂല. വലാത്തൻഹുമാ ഖൗലൻ കരീമാ, അവരോട് നമ്മൾ പറയേണ്ടത് നല്ല മാന്യമായ സംസാരത്തോടു കൂടിയാണ് അവരോട് നമ്മൾ പ്രവർത്തിക്കേണ്ടത് എന്ന് വിശുദ്ധ ഖുർആൻ. എന്താണ് ഇപ്പൊ ഈ ഇമ്മി വാപ്പിയും കാട്ടുന്നത്? അങ്ങനെ ഒരു പ്രയോഗം ഉണ്ടല്ലേ, ഒന്ന് മാറുന്നാണ്, അങ്ങനൊക്കെ ഒരു വർത്താനം പോലും പറയാൻ പറ്റൂല എന്നാണ്. അപ്പൊ മാതാപിതാക്കളെ വെറുപ്പിക്കുന്ന ആളുകൾ, അവരെ സങ്കടപ്പെടുത്തുന്ന ആൾക്കാർ, പക്ഷെ ഓരൊക്കെ പറയുന്ന സമയത്ത് അപ്പൊക്കെ നമുക്കൊരു ദേഷ്യം ഉണ്ടാവും. പിന്നെ കുറച്ചാണ് കഴിയുന്ന സമയത്ത് ആ പറഞ്ഞതൊക്കെ കാര്യമായിരുന്നു എന്നുള്ള ചിന്തിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. ആ അവസ്ഥ വരുന്ന എപ്പോഴേക്കാണ് നമുക്ക് മനസ്സിലാവുക? ഉമ്മയും വാപ്പിയും മൈലാഞ്ചി ചൂട്ട് കിടക്കുന്ന ഖബറിൽ കിടക്കുന്ന സമയത്താണ് നമുക്ക് അങ്ങനെ ഓർമ്മ വരിക. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് നീ കൊടുക്കണേ അല്ലാഹ്. അങ്ങനെ ഏതെങ്കിലും ഒരു അവസ്ഥയിൽ നമ്മുടെ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ ഖബറിന്റെ ചാരത്ത് പോയിക്കൊണ്ട് അവർക്ക് മഗ്ഫിറത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു മനസ്സും കൂടി നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യണം? ഉണ്ടാക്കണം. കാരണം അവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പ്രാർത്ഥന നടത്തുക. അങ്ങനെ രണ്ടാമത്തെ വിഭാഗം അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്,
മാതാപിതാക്കളെ വെറുപ്പിക്കുന്ന ആളുകളുണ്ടോ, അവരെ സങ്കടപ്പെടുത്തുന്ന ആളുകളുണ്ടോ, അവർക്ക് ലൈലത്തുൽ ഖദ്റിന്റെ ഒരു അംശം പോലും കിട്ടൂല. മൂന്നാമത്തെ വിഭാഗം എന്ന് പറഞ്ഞാൽ മുഷാഹിൻ, മനസ്സിൽ ആരോടെങ്കിലും അസൂയ, വിദ്വേഷം, കിബർ, ഹസദ്, മറ്റുപോലത്തെ പിണക്കം, അങ്ങനത്തെ എന്തെങ്കിലും അവന്റെ ഹൃദയാന്തരങ്ങളിൽ ഉണ്ട് എങ്കിൽ ആ മനുഷ്യനിക്ക് അല്ലാഹുവിന്റെ ആ ലൈലത്തുൽ ഖദ്ർ ലഭിക്കുകയില്ല. ഹൃദയത്തിൽ ആരോടെങ്കിലും പോര്, അസൂയ, കുറുമ്പ്, വാശി, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, വ്യക്തിപരമായിട്ട് അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം, പറഞ്ഞു തീർക്കണം. പല ആൾക്കാരോടും എന്ത് ചെയ്തിട്ടുണ്ടാവും, ആ വിഷയത്തിൽ കയർത്തൊക്കെ സംസാരിച്ചിട്ടുണ്ടാവും. അവരെ കണ്ടുകാടൊന്ന് പൊരുത്തപ്പെടിച്ച്. കാരണം ലൈലത്തുൽ ഖദ്ർ എങ്ങാനും നമുക്ക് കിട്ടിയാൽ പടച്ചോനെ ആ 83 വർഷവും 4 മാസവും ഇബാദത്ത് ചെയ്തതിന്റെ പ്രതിഫലം കിട്ടും. നേരെ മറിച്ചോ എന്തെങ്കിലും ഒരു നിലക്ക് ആരോടെങ്കിലും മറ്റുള്ള ആൾക്കാരോട് എങ്ങനെയെങ്കിലും നമ്മൾ എന്തെങ്കിലും ഒരു നിലക്ക് എന്തെങ്കിലും ഒരു സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും വേണ്ടല്ലോ. ഞാൻ നാളൊക്കെ പറഞ്ഞതുപോലെ വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇട്ടാൽ മതി, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ മതി, ഒന്ന് വോയിസ് അയക്കുക, അല്ലെങ്കിൽ ഒരു സ്റ്റിക്കറെങ്കിലും ഓടുന്ന രീതിയിലെങ്കിലും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഭാഗം ക്ലിയർ ആക്കിയില്ലേ. നമ്മളെ ഭാഗം എപ്പോഴും ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. നാലാമത്തെ വിഭാഗം എന്ന് പറഞ്ഞാൽ റഹീം, കുടുംബ ബന്ധം മുറിച്ച ആളുകൾക്കും അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ നോട്ടം കിട്ടൂല, അള്ളാഹു പാപം പൊറുക്കൂല, അള്ളാഹു നമുക്ക് മാപ്പ് നൽകൂല. ജ്യേഷ്ഠനോടും അനിയനോടും തെറ്റി നിൽക്കുന്നുണ്ടാവാം, അതുപോലെ എളാപ്പയോടും മൂത്താപ്പയോടും തെറ്റി നിൽക്കുന്നുണ്ടാവാം, അനിയത്തിമാരോടും അതേപോലെ ഏട്ടത്തിമാരോടും നമ്മുടെ ഭാര്യമാര് പിണങ്ങി നിൽക്കുന്നുണ്ടാവാം, ഉമ്മമാര് തെറ്റി നിൽക്കുന്നുണ്ടാവാം, അയൽവാസികളോട് തെറ്റി നിൽക്കുന്നുണ്ടാവാം. ഒന്നും വേണ്ട, സ്വന്തം ഉമ്മയോടും വാപ്പയോടും ദിവസങ്ങളോളമായി തെറ്റി നിൽക്കുന്നവരുണ്ടാവാം. അവർ നല്ലവണ്ണം ബേജാറാവണേ, അവർ നല്ലവണ്ണം പേടിക്കണേ. ലൈലത്തുൽ ഖദ്റിന്റെ ഒരു അംശം പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യനിക്ക് കൊടുക്കൂല. സ്വന്തം മാതാവും പിതാവും സ്വത്ത് ഓഹരി വെച്ചപ്പോ എന്റെ ഏട്ടന് 10 ഏക്കറ കൊടുത്തു, എനിക്ക് 8 ഏക്കറയാണ് തന്ന് അതിന്റെ പേരിൽ കയർത്ത് സംസാരിച്ചവരുണ്ടാവാ. സമ്പത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് അയൽവക്ക ബന്ധങ്ങളുമായി കൊണ്ട് തെറ്റി നിൽക്കുന്ന ആളുകള് തന്റെ അയൽവാസികളോടുമായി മതിൽ കുത്തിയതിന്റെ പേരില്, അല്ലെങ്കിൽ ആ അയൽവാസിയുടെ വീട്ടിൽ നിന്ന് ഒരു മരത്തിൽ വീണ ഒരു ഇല വീണതിന്റെ പേരില്, അല്ലെങ്കിൽ ഉള്ളിലൂടെ പോയ ഒരു വേര് പോയതിന്റെ പേരില് ദിവസങ്ങളോളം തെറ്റി നിൽക്കുന്നവരുണ്ടാവാ. അവർക്ക് റഹ്മത്തിന്റെ നോട്ടം അല്ലാഹു നോക്കൂല, അല്ലാഹു മഗ്ഫിറത്ത് ലഭിക്കൂല, അല്ലാഹു പാപം പൊറുക്കൂല. നാലോളം വിഭാഗം ആളുകൾ ഇവിടെ ഞാൻ പറഞ്ഞു. അല്ലാഹുവേ, ഒരാളെയും അക്കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തല്ല അല്ലാ, നീ കാത്തുരക്ഷിക്കണേ അല്ലാ. അതുകൊണ്ട് അള്ളാഹുവിന്റെ വിശാലമായ മഗ്ഫിറത്തിനെയും റഹ്മത്തിനെയും നമ്മൾ ചോദിക്കണേ. അള്ളാഹുവിന്റെ റഹ്മത്ത് വളരെ വിശാലമാ, ലോകത്തുള്ള എല്ലാ ആളുകളിലേക്കും റഹ്മത്ത് വാരിക്കോരി കൊടുക്കുന്ന ദിവസമാണ് ലൈലത്തുൽ ഖദ്ർ. അങ്ങനെ റഹ്മത്ത് വീണ്ടും ബാക്കിയാകും. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമും അള്ളാഹിനോട് റഹ്മത്ത് ചോദിക്കുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനും അള്ളാഹു റഹ്മത്ത് കൊടുക്കും. വീണ്ടും റഹ്മത്ത് ബാക്കിയാവുകയാ. ആ റഹ്മത്ത് പിന്നെ കൊടുക്കുന്നത് ആർക്കാണെന്നറിയുമോ? ലൈലത്തുൽ ഖദ്റിന്റെ രാവിൽ പിറന്ന അമുസ്ലിം ആളുകളുണ്ടല്ലോ, അവരുടെ കുഞ്ഞുങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മത്ത് കൊടുക്കുന്നതാ. പക്ഷേ ഈ ലോകത്തിൽ നിന്നും വിട പറഞ്ഞു പോകുന്ന സമയത്ത് അവർ മുസ്ലിമായിട്ടേ മരിക്കൂ എന്ന് ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് റഹ്മത്ത് കിട്ടിയവിടെ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തണേ അല്ലാ. നിന്റെ വിശാലമായ റഹ്മത്ത് കിട്ടിയവിടെ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തണേ അല്ലാ. നിന്റെ റഹ്മത്തില്ലാതെ ഞങ്ങൾക്ക് സ്വർഗത്തിൽ കടക്കാൻ പറ്റൂല അല്ലാ. ഞങ്ങൾക്ക് നീ റഹ്മത്ത് ചൊരിയണേ അല്ലാ, മഗ്ഫിറത്ത് നൽകണേ അല്ലാ.
ഒരിക്കൽ മഹാനായ മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒരു സംഭവമാണ്. ഇതും കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരിക്കൽ അല്ലാഹുവിനോട് ചോദിക്കുകയാണ്, ഇലാഹി ഉരീദു ഖുർബക, നബിയേ അല്ലാഹുവേ, നിങ്ങളോട് ഞാൻ നിന്നോട് ഞാൻ സഹവാസം ഞാൻ വല്ലാതെ ഉദ്ദേശിക്കുന്നുണ്ട്, എനിക്ക് നിന്റെ സഹവാസം തരുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് മൂസാ നബിയോട് അല്ലാഹു പറയുകയാണ്, ഇല്ല മൂസാ, എന്റെ സാമീപ്യം ഞാൻ തരൂല. എന്റെ സാമീപ്യം കിട്ടുന്നത് ആർക്കാണെന്നറിയുമോ? ലൈലത്തുൽ ഖദ്റിന്റെ രാവിൽ ആരാണോ ഉണർന്നുകൊണ്ട് ഇബാദത്തുകൾ ചെയ്യുന്നത് അവർക്കാണ് എന്റെ സാമീപ്യം കിട്ടുക എന്ന് മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു പറഞ്ഞു കൊടുക്കുകയാണ്. വീണ്ടും മൂസാ നബി അല്ലാഹുവിനോട് ചോദിക്കുകയാണ്, ഇലാഹി ഉരീദു റഹ്മതക. മൂസാ നബി അല്ലാഹുവിനോട് പറയുകയാണ്, നിന്റെ റഹ്മത്ത് എനിക്ക് നൽകുമോ എന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കുമ്പോ, എന്റെ റഹ്മത്ത് നിനക്ക് കിട്ടൂല. എന്റെ റഹ്മത്ത് കിട്ടുന്ന ആർക്കാണെന്നറിയുമോ? റഹ്മത്തി ലിമൻ റഹിമൽ മസാകീന ഫീ ലൈലത്തുൽ ഖദ്ർ. ലൈലത്തുൽ ഖദ്റിന്റെ രാവിൽ പാവപ്പെട്ട പട്ടിണി പാവങ്ങളായ ആളുകൾക്ക് ആരെങ്കിലും കാരുണ്യത്തോടു കൂടി ദാനധർമ്മങ്ങൾ നൽകുന്നവരുണ്ടോ? അവരിലേക്ക് കാരുണ്യത്തിന്റെ നോട്ടം നോക്കുന്നുണ്ടോ? അവരിലേക്കാണ് എന്റെ കാരുണ്യം കിട്ടുക എന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. വീണ്ടും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ്, ഇലാഹി, എന്റെ രക്ഷിതാവേ, ഉരീദു ജമാഅത അല സിറാത്ത്. നാളെ സിറാത്ത് പാലം വിട്ടുകടക്കാൻ ഞാൻ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട്. എനിക്ക് സിറാത്ത് പാലം വിട്ടുകടക്കാൻ അവസരം തരുമോ? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കുമ്പോ അല്ലാഹു അവിടെന്ന് പറയുന്നുണ്ട്, എന്റെ സിറാത്ത് പാലം വിട്ടുകടക്കാൻ പറ്റുന്നത് ആർക്കാണെന്ന് അറിയുമോ? ദാലിക ലിമൻ തസദ്ദഖ ബിസദഖതി ഫീ ലൈലത്തുൽ ഖദ്ർ. ലൈലത്തുൽ ഖദ്റിന്റെ ദിനരാത്രികളിലെ ആരാണോ സദഖകൾ കൊടുക്കുന്നത്, ദാനധർമ്മങ്ങൾ കൊടുക്കുന്നത്, അവർക്കാണ് നാളെ സിറാത്ത് പാലം വിട്ടുകടക്കാൻ അവസരം ഞാൻ കൊടുക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. വീണ്ടും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനോട് ചോദിക്കുകയാണ്, ഇലാഹി ഉരീദു നജാത മിനന്നാർ. അല്ലാഹുവേ, നരകത്തിൽ നിന്ന് മോചനം കിട്ടാൻ വേണ്ടി, നരകത്തിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടി ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്, എനിക്ക് രക്ഷ കിട്ടുമോ? അല്ലാഹു പറയുന്നുണ്ട്, നരകത്തിൽ നിന്ന് രക്ഷ കിട്ടുന്നത് ആർക്കാണെന്നറിയുമോ? ദാലിക ലിമൻ ഇസ്തഗ്ഫറ ഫീ ലൈലത്തുൽ ഖദ്ർ. ലൈലത്തുൽ ഖദ്റിന്റെ രാവിലെ ആരാണോ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചോദിക്കുന്നത് അവർക്ക് നരകത്തിൽ നിന്ന് മോചനം അല്ലാഹു കൊടുക്കുന്നതാണ്. അതേപോലെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനോട് ചോദിക്കുന്നുണ്ട്, ഇലാഹി ഉരീദു റിളാക. അല്ലാഹുവേ, നിന്റെ തൃപ്തിയെ ഞാൻ വല്ലാതെ കൊതിക്കുന്നുണ്ട്, നിന്റെ തൃപ്തിയെ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്, എനിക്ക് തരുമോ എന്ന് ചോദിക്കുമ്പോ അല്ലാഹു പറയുന്നുണ്ട്, ഇല്ല, എന്റെ തൃപ്തി കിട്ടുന്നത് ആർക്കാണെന്നറിയുമോ? ലിമൻ സല്ലാ റകഅതൈനി ഫീ ലൈലത്തുൽ ഖദ്ർ. ലൈലത്തുൽ ഖദ്റിന്റെ രാവിലെ ആരാണോ 2 റകഅത്ത് നിസ്കരിച്ചുകൊണ്ട് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നത്, ആ നിസ്കരിക്കുന്ന ആളുകൾക്കാണ് ലൈലത്തുൽ ഖദ്റിന്റെ അന്ന് എന്റെ തൃപ്തി കിട്ടുക എന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു പറഞ്ഞു കൊടുക്കുകയാ. അങ്ങനെ ലൈലത്തുൽ ഖദ്റിനെ നിസാരമായി ആരും കാണണ്ട, നല്ലതുപോലെ അമൽ ചെയ്യാനുള്ള അവസരമാ. ഉപയോഗപ്പെടുത്തണേ. റമദാൻ ശരീഫാണ് കടന്നു കഴിഞ്ഞു പോകാനുള്ളത്. വർഷം മുഴുവനും റമദാനാണെങ്കിൽ ഈ
മഹത്വം, ഈ റമദാനിന്റെ മഹത്വം എന്റെ ഉമ്മത്ത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ റമദാൻ മുഴുവനും എല്ലാ മാസവും റമദാൻ ആയെങ്കിലേ എന്ന് കൊതിക്കുമായിരുന്നു എന്ന് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പൊ റമദാൻ ഷരീഫ് ഒഴിഞ്ഞു പോവാനിരിക്കുകയാണ്. ധാരാളം സുഹൃതങ്ങളെ കൊണ്ട് ധന്യമാക്കുക. ലൈലത്തുൽ ഖദ്റിന്റെ രാവിൽ വിജയിച്ചവരുടെ കൂട്ടത്തിൽ അല്ലാഹുവേ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ. അല്ലാഹുവേ പറഞ്ഞതിനെയും കേട്ടതിനെയും നീ സ്വീകരിക്കണേ തമ്പുരാന്. എന്തെങ്കിലും അപാകതകളോ തെറ്റുകുറ്റങ്ങളോ വന്നു പോയിട്ടുണ്ട് എങ്കിൽ ഞങ്ങൾക്ക് നീ പുറത്തു തരണേ അല്ലാ. മറ്റുള്ള ആളുകളിലേക്ക് കാരുണ്യത്തിന്റെ നോട്ടം നോക്കുമ്പോ, എല്ലാ ആളുകളിലേക്കും കാരുണ്യത്തിന്റെ നോട്ടം നോക്കുമ്പോ ഞങ്ങളുടെ മറ്റുള്ള ആളുകൾക്കും കാരുണ്യത്തിന്റെ നോട്ടം നോക്കാനുള്ള ഒരു സന്മനസ് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. ആളുകളെ സഹായിക്കാനുള്ള മനസ്സ് നീ നൽകണേ അല്ലാ. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും മരണപ്പെട്ടു പോയവർക്ക് നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ, മർഹമത്ത് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഇവിടെ ജുമുഅക്ക് മുമ്പായി കൊണ്ട് ഒരുപാട് പേര് ലിസ്റ്റുകളൊക്കെ വായിച്ച ആളുകളുണ്ട്. ഏതെങ്കിലും പേര് വിവരങ്ങൾ വിട്ടുപോയിട്ടുണ്ട് എങ്കിൽ അവിടെ മുറാദുകളൊക്കെ നീ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ കാര്യങ്ങൾ നീ നടപ്പിലാക്കി കൊടുക്കണേ അല്ലാ. മരണപ്പെട്ടു പോയവർക്ക് നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ, മർഹമത്ത് കൊടുക്കണേ അല്ലാ. മിനന്നാറിന്റെ പട്ടികയിൽ ഞങ്ങളെ ഓരോരുത്തരെയും നീ ഉൾപ്പെടുത്തണേ അല്ലാ. ഈ റമദാനിന് ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷി പറയുന്ന റമദാനാക്കണേ അല്ലാ. പ്രതികൂലമായി സാക്ഷി പറയുന്ന റമദാനിനെ തൊട്ട് നീ കാത്തു രക്ഷിക്കണേ അല്ലാ. നോമ്പുകാർക്ക് തയ്യാർ ചെയ്ത റയ്യാൻ എന്ന കവാടത്തിലൂടെ കുടുംബസമേതം സ്വർഗം നൽകണേ അല്ലാ. കത്തിക്കാളുന്ന നരകക്കുണ്ടാരത്തിനെ തൊട്ട് ഒരു നിമിഷമാണെങ്കിലും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ ബന്ധുമിത്രാദികളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും ഭാര്യ മക്കള് സന്താനങ്ങളെയും നീ നരകമോചനത്തിന്റെ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ റമദാൻ ഷരീഫിൽ ഒരുപാട് ആളുകൾ സ്വതകകളൊക്കെ അർപ്പിക്കുന്നവരുണ്ട്. അവരുടെ സ്വതകകളൊക്കെ നീ ഖബൂലാക്കണേ അല്ലാ. സമ്പത്തിലൊക്കെ നീ അഭിവൃദ്ധി പ്രദാനം ചെയ്യണേ അല്ലാ. ഞങ്ങളുടെ പള്ളിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന പ്രിയപ്പെട്ട മഹല്ല് നിവാസികള്, അതുപോലെ കമ്മിറ്റി ഭാരവാഹികൾക്ക് അവർക്കൊക്കെ നീ ഖൈർ കൊടുക്കണേ അല്ലാ, ബറക്കത്ത് കൊടുക്കണേ അല്ലാ, സലാമത്ത് കൊടുക്കണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. ബിഫളലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. എല്ലാവരും പ്രത്യേകമായിട്ടുള്ള ദുആകളൊക്കെ ഉൾപ്പെടുത്തുക. അസ്സലാമു